എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് ഒരു ഫുൾഗോബി മിക്സഡ് വെജിറ്റബിൾ കറിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഫുൾഗോബി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അത് കുറേ നേരം വെള്ളത്തിൽ, ഇളം ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയിട്ട് ഉപ്പിട്ട് വെച്ചിരുന്നു. അതിനകത്ത് കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ചെറിയ പുഴുക്കളുണ്ട്, അത് പോകുന്നതിന് വേണ്ടിയായിരുന്നു. പിന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ബീൻസ് ചെറിയ കുറച്ച് വള്ളിപ്പയർ, പിന്നെ സവാള, പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി, ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ കിഴങ്ങും എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് ചേർക്കണം. വെളുത്തുള്ളി ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്, എല്ലാം കൂടെ കഴുകിയപ്പം അതിനകത്ത് ഉണ്ട്. ഇനി നമുക്കിത് ഓരോന്നും എടുത്ത് നമുക്ക് ഒരു ഫ്രൈ പാൻ എടുത്ത് ചൂടാക്കി, ഒരു ചീനച്ചട്ടി എടുത്ത് ചൂടാക്കി കടുക് വറുത്ത് അതിലേക്ക് ഇടാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചീനച്ചട്ടി വെച്ച് കടുക് വറുത്ത് ഇതിലേക്ക് നമ്മൾ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഇട്ടിട്ടുണ്ട്. അതുപോലെ കിഴങ്ങ്, ഗോബി, അത് ഫുൾഗോബി, അത് ഉള്ളി, ക്യാരറ്റ്, പിന്നെ ബീൻസ്, ചെറിയ വള്ളിപ്പയർ, ഇതെല്ലാം കൂടെ മിക്സ്ഡ് വെജിറ്റബിൾ കറിയാണ്. അപ്പം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ വെജിറ്റബിളും കുറച്ച് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഈ കിഴങ്ങൊക്കെ നീളത്തിലരിഞ്ഞേക്കുന്നത്, അതുപോലെ ക്യാരറ്റും നീളത്തിലരിഞ്ഞേക്കുന്നത്, അത് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് അരിയാം. ഇനി ഇത് കുറച്ച് ഉപ്പിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ആവിയിൽ ഇരുന്ന് വേവട്ടെ, എന്നിട്ട് മസാല ഇടാം. ഞാനിപ്പോൾ ഇത്രയും ഉപ്പാണ് ഇടുന്നത്. അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച് വേണം ഉപ്പിടാൻ. അതുപോലെ തന്നെ സാധനങ്ങളുടെ അളവനുസരിച്ച്, ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം ഉപ്പിടാൻ. അപ്പം ഇത്രയും ഉപ്പ് ഞാനിപ്പോൾ ഇടുകയാണ്. അത് കഴിഞ്ഞിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ഇടാവുന്നതാണ്. ഈ സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇത് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നമ്മൾ കുറച്ച് നേരം, ഒരു 5 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് മസാലകൾ, അതായത് പിന്നെ ഗ്രാമ്പൂ, കറുകപ്പട്ട, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അത് ഇടുകയാണ്. ഞാൻ പൊടിച്ച് വെക്കാറില്ല, പൊടിച്ച് വെച്ച് അതിൻ്റെ മണം പോകും. അപ്പം കുറച്ച് കറുകപ്പട്ട, ഗ്രാമ്പൂ, പിന്നെ നമ്മുടെ കയ്യിലുള്ള മസാലകളെല്ലാം, ഗ്രാമ്പൂ, അങ്ങനെയുള്ള സ്പൈസി ഐറ്റംസുള്ള എല്ലാം കൂടെ ഇടുന്നു. വെജിറ്റബിൾ എപ്പോഴും ആവിയിലിരുന്നാണ് വെന്ത് അതിൻ്റെ വെള്ളം ഇറങ്ങണം. അല്ലാതെ നമ്മൾ വെള്ളം ഒഴിച്ച് വേവിച്ചാൽ അതിന് ടേസ്റ്റ് കിട്ടത്തില്ല. ഒന്നുകൂടെ ഇത് ആവിയിലിരുന്ന് വേവട്ടെ. അപ്പം അടച്ചു വെക്കാം നമുക്ക്. ഇപ്പം നമ്മുടെ മിക്സ് വെജിറ്റബിൾ കറി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടിയും ചേർക്കാം. ഇനി അതിനകത്തൊരു 3-4 പച്ചമുളക് ഇട്ടതിനാൽ മുളക് പൊടി കുറച്ചേ ചേർക്കുന്നുള്ളൂ. ഓരോരുത്തരുടെ എരിവനുസരിച്ച് ചേർക്കണം. 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂണോട് ഇട്ടേക്കണം. എനിക്ക് എരിവ് ഒത്തിരി വേണ്ട, അതുകൊണ്ടാണ്. പിന്നെ മല്ലിപ്പൊടി, ഇത് നമുക്കിനി ഇതെല്ലാം കൂടെ ഇട്ട് ഒന്നുകൂടെ ഇളക്കി ആവിയിൽ വെക്കാം. മസാല ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം ഒത്തിരി ഇങ്ങനെ ഗ്രേവിയായിട്ട് വേണ്ടുന്നവർക്ക് വെള്ളം കൂടുതൽ ഒഴിക്കാം. അല്ലാത്തവർക്കാണെങ്കിൽ ഇങ്ങനെ വരട്ടി എടുക്കുകയാണെങ്കിൽ കൂടുതൽ വെള്ളം ചേർക്കാതെ എടുക്കാവുന്നതാണെങ്കിൽ അതായിരിക്കും ഇതിലൂടെ നല്ലത്, ടേസ്റ്റ് അതിനായിരിക്കും. ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് ഈ മസാല ഒന്നുകൂടെ ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കാം. നമ്മുടെ കറിയിൽ നല്ല മസാലയെല്ലാം നന്നായിട്ട് പിടിച്ച് നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ. ഇതിലേക്ക് ഞാനൊരു തക്കാളിയും കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും കഴിക്കാം, അല്ല എങ്കിൽ നമുക്ക് കുറച്ച് ജ്യൂസായിട്ട് ഗ്രേവി വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളച്ച് വറ്റി വരുമ്പോൾ
നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല, അതുപോലെ ബ്രെഡിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല മിക്സ് വെജിറ്റബിൾ കറിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വെച്ച് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവരോടിത് വെച്ച്. ഇതിനകത്ത് എല്ലാ വെജിറ്റബിളും ഉണ്ട്. നമുക്ക് ക്യാരറ്റുണ്ട്, ബൂൾഗോബിയുണ്ട്. ഇപ്പം ബൂൾഗോബി നമ്മുടെ കേരളത്തിൽ ലഭ്യമാണ്. പണ്ട് നോർത്ത് ഇന്ത്യയിൽ മാത്രം കിട്ടുന്ന ഒരു ഇതായിരുന്നു, ഇപ്പം നാട്ടിലൊക്കെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ചെറിയ വള്ളിപ്പയർ, നാടൻ വള്ളിപ്പയറുണ്ട്, ബീൻസുണ്ട്, അത്യാവശ്യം തക്കാളിയുണ്ട്, കിഴങ്ങുണ്ട്, ഉള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, എല്ലാം അത്യാവശ്യം. ബീട്രൂട്ട് ഒഴിച്ച് ബാക്കി മിക്ക നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ട് ഉള്ള ഗുണങ്ങളടങ്ങിയ എല്ലാ വെജിറ്റബിളും ഇതിനകത്ത് ഉണ്ട്. അപ്പം ഇതൊരു കടയിൽ പോയി നമ്മളൊരു ചെറിയൊരു പ്ലേറ്റ് വാങ്ങുമ്പോൾ ഇതിൻ്റെ വില എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇതെല്ലാം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് നല്ലതായിട്ട് നമ്മുടെ തന്നെ മസാലകളിട്ട് വെക്കാവുന്ന ഒരു മിക്സ് വെജിറ്റബിൾ കറിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇങ്ങനെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അല്ല എങ്കിൽ ഗ്രേവി വേണ്ടുന്നവർക്ക് വെള്ളം ഒഴിച്ച് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുമല്ലോ. വല്ലപ്പോഴും ഞാൻ ഒരു വീഡിയോ ഇടുകയുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റേതായിട്ടുള്ള കണ്ടൻറ്റ് കിട്ടുക മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യാറുള്ളൂ. ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യാറില്ല. എനിക്ക് ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും ഒരു പുതിയ ഐറ്റംസൊന്നും അല്ല, എല്ലാവരും ചെയ്യുന്നതാണ്. എങ്കിലും ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും എൻ്റേതായിട്ടുള്ള ഒരു പൊടിക്കൈകൾ ഉള്ള ഐറ്റംസ് മാത്രമേ ഞാൻ വീഡിയോ ഇടാറുള്ളൂ. അപ്പോൾ വല്ലപ്പോഴും ഇടുകയാണെങ്കിലും നിങ്ങൾ വല്ലപ്പോഴും കാണുന്നവരാണെങ്കിലും നിങ്ങളൊന്ന് ഷെയർ ചെയ്തേക്കണം, ലൈക്ക് ചെയ്തേക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും തെറ്റുകളോ ഇതിനകത്ത് എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിലോ നിങ്ങളെനിക്ക് മെസ്സേജ് ഇട്ടത് ഓർമ്മപ്പെടുത്തണം. ഇനി നെക്സ്റ്റ് ടൈം അങ്ങനെ ചെയ്യാതിരിക്കാൻ നോക്കും. അപ്പം തെറ്റുകളുണ്ടെങ്കിലും അത് പറഞ്ഞ് തരിക. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെള്ളം തിളച്ച് വന്നപ്പോൾ കണ്ട് എണ്ണയെല്ലാം കൂടെ മേളിൽ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇച്ചിരി ബട്ടറോ അല്ലെ ഗീയോ ഉണ്ടെങ്കിൽ അതിട്ടാൽ ഇതോട് ടേസ്റ്റ് കൂടും.